से है, ठीक है ना? गुश है ना? अच्छा, इस अवसर पर आप लोगों को अपने अपने घरों में सुरक्षित रहना है। मास्क पहनना, साबुन या सैनिटाइजर से अपने हाथों को धोना, आपस में दूरी का पालन करना है। सुरक्षित रहकर इस ऑनलाइन क्लास आप देखिए। देखने के साथ अपना पुस्तक कलम भी रखना चाहिए. പ്രിയ രക്ഷിതാക്കളെ, നിങ്ങൾ കുട്ടികളുടെ കൂടെ ഇരിക്കുകയും അവർക്ക് ആവശ്യമായ ഇരിപ്പിട സജ്ജീകരണങ്ങൾ ഒരുക്കുകയും വേണം. അഡാപ്റ്റ് ചെയ്ത അല്ലെങ്കിൽ അനുരൂപീകരണം ചെയ്ത പേനയും പെൻസിലും കുട്ടികൾക്ക് നൽകാൻ ശ്രദ്ധിക്കുമല്ലോ. प्यारे बच्चों, अब हम शुरू करें. ठीक है, पिछली क्लास में हम क्या पढ़ा था? हाँ, ഭാരതത്തെ കുറിച്ച് അല്ലേ? ജഗ്മത് താര എന്ന കവിത പഠിച്ചു. ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ലേഖനത്തെ കുറിച്ചും പഠിച്ചു. ഇതിലൂടെ ഭാരതത്തിന്റെ സവിശേഷതകളെ കുറിച്ചാണ് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തെല്ലാം സവിശേഷതകളാണ് ഭാരതത്തിനുള്ളത്? ഹാ, കല, സംസ്കാരം, ചരിത്രം, ഇതിഹാസം, ഭൂപ്രകൃതി, വന്യജീവി സമ്പത്ത് തുടങ്ങിയ ഒട്ടേറെ സവിശേഷതകളാൽ സമ്പന്നമാണ് നമ്മുടെ ഭാരതം എന്ന് നമുക്കറിയാം. നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ഭാരതത്തിൽ ജനിച്ചതിൽ നമുക്കേറെ അഭിമാനിക്കാം. കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രവർത്തനം തന്നുകൊണ്ടായിരുന്നുവല്ലോ ആ ക്ലാസ് അവസാനിപ്പിച്ചത്. എല്ലാം പേരും ചെയ്തുവോ? ഏതായിരുന്നു ആ പ്രവർത്തനം? केरल के शुरू करके भारत तक पहुंचने वाली गतिविधि. एक एक अक्षर बदलकर लक्ष्य तक पहुंचने वाली गतिविधि. एक उदाहरण देखें. हाँ, केरल, सरल, गरल, गरम, नरम, परम, परत, निरत, भारत. एक बार, केरल, सरल, गरल, गरम, नरम, परम, परत, निरत. കുഞ്ഞുങ്ങളെ, ഈ കേരൾ എന്ന ശബ്ദത്തിൽ സരലിലേക്ക് വരുമ്പോൾ സ എന്ന അക്ഷരം വന്നു. കെ മാറ്റി സ എന്ന അക്ഷരം വന്നു. അവിടെയോ ഒരു അർത്ഥപൂർണമായ ഒരു പദമാണ് നമുക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ ഗരൽ, ഗരൽ എന്ന് പറയുമ്പോൾ വിഷം, അവിടെയോ സ എന്ന അക്ഷരം മാറി ഘ വന്നു. ഇതുപോലെ നിങ്ങൾക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഒരു ഉദാഹരണം കൂടി കേട്ടാലോ? കേരൾ, വിരൽ, വിരസ്, തരസ്, തരക്, ഭാരത്, രാഹത്, ശരത്, ഭാരത്. ഇതുപോലെ തന്നെ ആവണമെന്നില്ല നിങ്ങളുടെ ഉത്തരം. കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും. എങ്കിലും പുതിയ കുറെ പദങ്ങൾ ഈ ഒരു പ്രവർത്തനത്തിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞുവല്ലോ അല്ലേ? ഈ ഒരു പ്രവർത്തനത്തിലൂടെ ഈ ഒരു പാഠം അവസാനിച്ചിരിക്കുകയാണ്. പുതിയ പാഠത്തിലേക്ക് കിടക്കാം. നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകുന്നതിന് മുൻപായി ഒരു വീഡിയോ കാണാം. ശ്രദ്ധിച്ചു കാണൂ. കൂട്ടുകാരെ, വീഡിയോയിൽ എന്തെല്ലാമാണ് നിങ്ങൾ കണ്ടത്? പ്രളയത്തെ കുറിച്ച് അല്ലേ? പ്രളയകാലത്ത് നടന്ന സംഭവങ്ങളെ കുറിച്ച്. കേരളത്തിൽ എന്നായിരുന്നു പ്രളയം ഉണ്ടായത്? 2018-ലും 2019-ലും ഉണ്ടായ പ്രളയത്തിന്റെ
വിവിധ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. എന്തെല്ലാമാണ് കണ്ടത്? പ്രളയ കിറ്റ് വിതരണം, മരുന്ന് വിതരണം, ഭക്ഷണം, വസ്ത്രം തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ സന്നദ്ധ പ്രവർത്തകർ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു അല്ലേ? കൂടാതെയോ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കൈത്താങ്ങ്, അംഗനവാടി ശുചീകരണം, ഉരുൾപൊട്ടലിലും പ്രളയത്താലും മൂലം റോഡുകളും വീടുകളും വാഹനങ്ങളും എല്ലാം മരങ്ങളും മണ്ണും ചെളിയും മൂലം വന്നടിഞ്ഞ് ആകെ ഉപയോഗശൂന്യമായിരിക്കുകയായിരുന്നു അല്ലേ? അവയെല്ലാം സന്നദ്ധ പ്രവർത്തകരാണ് വൃത്തിയാക്കുന്നത്. തദ്ദേശവാസികളായ നാട്ടുകാരോടൊപ്പം പോലീസും ദുരന്ത നിവാരണ സേന വിഭാഗവും മറ്റ് വ്യക്തികളും പങ്കുചേർന്നു. കുട്ടികളും ഉണ്ടായിരുന്നു അല്ലേ? ശരി. ദൂരെയുള്ള ആൾക്കാർക്ക് നേരിട്ട് ഇടപെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അവർ എന്ത് ചെയ്തു? സാമ്പത്തികമായി സഹായം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രളയകാലത്ത് ദുരിതം അനുഭവിക്കുന്നവർക്കായി നാട് ഒരുമിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഈ വീഡിയോയിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കുന്നത് എന്താണ്? दीन दुखियों और पीड़ितों के समानुभूति प्रकट करनी चाहिए. दीन दुखियों और पीड़ितों के प्रति समानुभूति प्रकट करनी चाहिए. നമ്മൾ മനുഷ്യരോട് മാത്രമാണോ സഹാനുഭൂതി പ്രകടിപ്പിക്കാറുള്ളത്? അല്ലല്ലോ. നമ്മളുടെ വീട്ടിൽ വരുന്ന ചിൽച്ചിൽ അല്ലേ? ചിൽച്ചിൽ ഒന്ന് ഒച്ചയുണ്ടാക്കുന്ന ആരാ? അണ്ണാരക്കണ്ണൻ. അണ്ണാരക്കണ്ണനോടും വീട്ടിലെ പശുവിനോടും പക്ഷികളോടും പൂച്ചയോടും എല്ലാം നമ്മൾ സഹാനുഭൂതി കാണിക്കാറുണ്ട്. നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട് അല്ലേ? വിശന്ന് വരുന്ന ഒരു പൂച്ചയെ കണ്ടാൽ നമ്മൾ ഭക്ഷണം കൊടുക്കാറില്ലേ? അത് തന്നെയാണ് സഹാനുഭൂതി, അത് തന്നെയാണ് കരുണ, അത് തന്നെയാണ് ആർദ്രത. ഓക്കെ बच्चों, हमें अन्य जीव जंतुओं के प्रति समानुभूति प्रकट करनी चाहिए. अन्य जीव जंतुओं के प्रति भी समानुभूति प्रकट करनी चाहिए. प्यारे बच्चों, पन्ना संख्या 43 लीजिए. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 43-ാം പേജ് എടുക്കൂ. പ്രിയ രക്ഷിതാക്കളെ, 43-ാം പേജ് എടുക്കാൻ കുട്ടികളെ സഹായിക്കുമല്ലോ. चित्र में क्या क्या है? एक पेड़ है, एक लड़का है, एक लड़की है, एक चिड़िया है, एक नन्ही सी छोटी सी चिड़िया है. दूर से देखो एक घर है. देखे ना? लड़की के हाथ में क्या है? देखे, लड़की के हाथ में क्या है? प्यारी सी നന്ദി സി ചിടിയ. എന്തുകൊണ്ടാണ് പെൺകുട്ടി ആ കുഞ്ഞിക്കിളിയെ കയ്യിലെടുത്ത് വെച്ചിട്ടുള്ളത്? लड़की ने वो चिड़िया को क्यों हाथ में उड़ा लिया है? लड़की ने वो चिड़िया को क्यों हाथ में उड़ा लिया है? वो चिड़िया पेड़ की डाली से नीचे गिरी. उसे बचाने के लिए वो नन्ही सी चिड़िया को हाथ में उठा लिया. वो चिड़िया पेड़ की डाली से नीचे गिरी. उससे बचाने के लिए लड़की ने वो नन्ही सी चिड़िया को हाथ में उठा लिया है. കൂട്ടുകാരെ, നമ്മുടെ ഈ കുഞ്ഞിക്കിളി ഈ കാണുന്ന മരക്കൊമ്പിൽ നിന്ന് താഴെ വീണിട്ടുണ്ടാകും അല്ലേ? എങ്ങനെയാ വീണതെന്ന് അറിയാമോ? അറിയില്ല അല്ലേ? ഇനി നോക്കൂ, ആൺകുട്ടി എന്താണ് ചെയ്യുന്നത്? लड़का क्या कर रहा है? लड़का पेड़ पर घोंसला रहता है. पेड़ पर घोंसला रहता है. बच्चों, लड़का पेड़ पर घोंसला रहता है. घोंसला കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? കിളിക്കോട്. लड़के को क्यों पेड़ पर घोंसला रखना पड़ा? लड़के को क्यों पेड़ पर घोंसला रखना पड़ा? എന്തിനായിരിക്കും ആ കിളിക്കൂട് ആൺകുട്ടി എടുത്ത് വെച്ചിട്ടുള്ളത്? കൂട്ടുകാരെ, ആ കുഞ്ഞിക്കിളിയും ആ കൂടിനോടൊപ്പം വീണിട്ടുണ്ടാകും അല്ലേ? ഇതെല്ലാം കണ്ട് കിളിക്കുഞ്ഞിന്റെ അമ്മ മുകളിൽ ഇരിക്കുന്നത് കണ്ടുവോ? കിളിക്കുഞ്ഞിന് താമസിക്കാൻ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഏതാണ്?
കിളിക്കൂട് അല്ലേ? അതുകൊണ്ടാണ് ആ ആൺകുട്ടിയും പെൺകുട്ടിയും താഴെ വീണ കിളിക്കൂടും കിളിക്കുഞ്ഞിനെ എടുത്ത് തിരികെ അതിന്റെ മരക്കൊമ്പിലേക്ക് വെച്ചത്. അവർ ചെയ്തത് നല്ല കാര്യമല്ലേ? നല്ലൊരു പ്രവൃത്തിയല്ലേ? അതെന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയത്? അവരുടെ മനസ്സിൽ സ്നേഹവും കരുണയും ഉണ്ട്, മറ്റു ജീവികളോട് സഹാനുഭൂതിയും ഉണ്ട്. അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത് അല്ലേ? അവർ ഒരുപക്ഷെ ആ കിളിക്കുഞ്ഞിനെ കണ്ടില്ലായിരുന്നുവെങ്കിലോ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നോ? ഇല്ല, ചത്തുപോകുമായിരുന്നു അല്ലേ കിളിക്കുഞ്ഞ്? അപ്പോ അമ്മക്കിളിക്ക് സങ്കടമാവില്ലേ? ഇപ്പോഴോ? ഇപ്പോൾ അമ്മക്കിളിക്കും കുഞ്ഞിക്കിളിക്കും സന്തോഷമായി അല്ലേ? बच्चों, ये पंक्तियां देखिए। आज बिरसे तुम बुझा दीपक जलाओ। बुझा दीपक അണഞ്ഞ ദീപം, ജലാന തെളിയിക്കുക അല്ലെങ്കിൽ കത്തിക്കുക. ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത് എന്താണ്? ആ ആൺകുട്ടിയും പെൺകുട്ടിയും ആ കുഞ്ഞിക്കിളിയെ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അതിന്റെ ജീവൻ തന്നെ നഷ്ടമായേനെ. എന്നാൽ അവർ അതിനെ രക്ഷിക്കുന്നതിലൂടെ ഒരു ജീവനാണ് തിരികെ നൽകിയത്. അതാണ് ഈ വരികളിൽ അർത്ഥമാക്കുന്നത്. അണഞ്ഞു പോകുമായിരുന്ന ഒരു ദീപം അവർ വീണ്ടും തെളിയിച്ചു അല്ലേ? അവർ അതിനെ സംരക്ഷിച്ചു. ആജ് ബിർസേ തും ബുജാ ദീപക് ജലാവോ. ഇതുപോലെയാവണം കൂട്ടുകാരെ നമ്മൾ ഓരോരുത്തരുടെ പ്രവൃത്തി. ഒരു ദിവസം ഒരാൾക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം നമ്മളുടെ ജീവിത ശൈലി, നമ്മളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ. ശരി, प्यारे बच्चों, ये चित्र देखिए। ये किससे संबंधित चित्र है? പ്രളയ से संबंधित है. കേരളത്തിലെ പ്രളയകാലത്ത് കണ്ട കാരുണ്യം നിറഞ്ഞ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ ചിത്രത്തിൽ കണ്ടത്. ഇവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലേക്ക് കേരളം മാറിയത്. കേരളത്തിൽ മാത്രമാണോ പ്രളയമുണ്ടായത്? അല്ല അല്ലേ? ലോകത്തിന്റെ പലയിടങ്ങളിലും പ്രളയമുണ്ടായതായി കൂട്ടുകാർ അറിഞ്ഞിരിക്കുമല്ലോ. എങ്ങനെ അറിഞ്ഞിട്ടുണ്ടാകാം? ടിവിയിലും മുതിർന്നവർ പറഞ്ഞിട്ടും പത്രങ്ങളിലും കാണാം അല്ലേ? केरल के समान 2013 को उत्तराखंड में भी प्रलय हुआ था. उसका एक वीडियो देखें. കേരളത്തിലെ പോലെ തന്നെ 2013 ഉത്തരാഖണ്ഡിലും പ്രളയമുണ്ടായി. അതിന്റെ ഒരു വീഡിയോ കണ്ടാലോ? हाथ में क्या कैमरा ऑन करता हूँ പ്രളയം എത്ര ഭയാനകമാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലായി അല്ലേ? അവിടെയുള്ള ജീവജാലങ്ങളെയും വാഹനങ്ങൾ, വീടുകൾ എല്ലാം നദിയിലേക്ക് ഒഴുകി പോകുന്ന ദൃശ്യങ്ങൾ കണ്ടു. വലിയ വലിയ കെട്ടിടങ്ങൾ ഒഴുകി പുഴയിലേക്കും നദിയിലേക്കും ഒഴുകി നശിക്കുന്നതും നമ്മൾ കണ്ടു.
ഒരുപാട് വാഹനങ്ങൾ ഒലിച്ചു പോകുന്നത് കണ്ടു. അപ്പൊ ഈ ചിത്രം ദേഖേ. പ്രിയ രക്ഷിതാക്കളെ, പാഠപുസ്തകത്തിലെ 44-ാം പേജ് എടുക്കാൻ കുട്ടികളെ സഹായിക്കുമല്ലോ. ബദ്രിനാഥിലെ പ്രളയവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണിത്. ബദ്രിനാഥ് എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലാണ് ബദ്രിനാഥ് സ്ഥിതി ചെയ്യുന്നത്. വലിയൊരു ക്ഷേത്രമാണ്, പുണ്യസ്ഥലമാണ്. बच्चों, इस चित्र में बद्रीनाथ में फंसे हुए तीर्थयात्रियों को हेलीकॉप्टर की सहायता से बचाने का प्रयास हो रहा है. പ്രളയത്തിൽ വീടും വസ്തുക്കളും എല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായരായി നിൽക്കുന്ന വൃദ്ധരും കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന ഒരു വിഭാഗം ജനങ്ങളാണ് ഈ ചിത്രത്തിൽ ഉള്ളത്. തൊട്ടപ്പുറത്ത് ഒരു ഹെലികോപ്റ്റർ ഉണ്ട് അല്ലേ? ഇവരെല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി അവരുടെ അവസരം കാത്ത് നിൽക്കുന്നതാണ്. ബദ്രിനാഥ് എന്ന സ്ഥലത്ത് സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് പത്രവാർത്തയായി നമ്മളുടെ 44-ാം പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടീച്ചർ വായിക്കാം, ശ്രദ്ധിച്ചു കേൾക്കൂ. इंसानियत की मिसाल. बद्रीनाथ उत्तराखंड में 18 दिनों से फंसे लोगों की जान बचाने का काम खत्म हो चुका है. कई लोगों ने अपनी जान हथेली पर रखकर यह काम किया. उत्तराखंड में आए सैलाब ने बद्रीनाथ में भी जमकर तबाही मचाई. हजारों तीर्थयात्री बुरी तरह फंस गए थे. उन्हें हेलीकॉप्टर के जरिए बाहर निकाला गया. वहाँ लखनऊ के राजीव शर्मा और राजस्थान के पारी को घर जाने की बारी कई दिन पहले आ गई थी, लेकिन इन्होंने जाने से मना कर दिया. औरों की तकलीफ देखकर इन्होंने अपना मौका दूसरे जरूरतमंदों को दे दिया. इस घोर प्रलय में सब कुछ बह गया, लेकिन इंसानियत रह गई. ആദ്യത്തെ വാക്യം നോക്കാം. ഇത് എവിടെയാണ് നടന്നത്? ബദ്രീനാഥിലെ. ബദ്രീനാഥ് उत्तराखंड में 18 दिनों से फंसे लोगों के जान बचाने का काम खत्म हो चुका है. എന്താണ്? ഉത്തരാഖണ്ഡിൽ 18 ദിവസങ്ങളിലായി നടത്തി വന്നിരുന്ന ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇതാണ് ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത്. ഒരിക്കൽ കൂടി വായിക്കാം. उत्तराखंड में 18 दिनों से फंसे लोगों की जान बचाने का काम खत्म हो चुका है. ओके, अगला वाक्य देखिए. कई लोगों ने अपनी जान हथेली पर रखकर यह काम किया. കുറേയധികം ആളുകൾ തങ്ങളുടെ ജീവൻ പണയം വെച്ചാണ് ജീവൻ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഒരിക്കൽ കൂടി വായിക്കുന്നു. कई लोगों ने अपनी जान हथेली पर रखकर यह काम किया. अगला वाक्य पढ़े. उत्तराखंड में आए सैलाब ने बद्रीनाथ में भी जमकर तबाही मचाई. എന്താണ്? उत्तराखंड में आए सैलाब ने बद्रीनाथ में भी जमकर तबाही मचाई. सैलाब എന്താണ് അർത്ഥം? പ്രളയം. തബാഹി മച്ചായി, നാശം വിതച്ചു. ഉത്തരാഖണ്ഡിലുണ്ടായ പ്രളയം ബദ്രിയിലും ഒരുപാട് നാശം വിതച്ചു. അത് നമ്മൾ നേരത്തെ കണ്ടിരുന്നുവല്ലോ. അഗലാ വാക്യ ദേഖേ. हजारों तीर्थयात्री बुरी तरह फंस गए थे. उन्हें हेलीकॉप्टर के जरिए बाहर निकाला गया. ഈ വാക്യത്തിൽ എന്താണ് പറയുന്നത്? അവിടെ കുടുങ്ങിക്കിടന്ന, ബദ്രീനാഥിൽ കുടുങ്ങിക്കിടന്ന തീർത്ഥാടകരെ ഹെലികോപ്റ്റർ മുഖേന രക്ഷിച്ച കാര്യമാണ് പരാമർശിക്കുന്നത്. अगला वाक्य देखिए. वहां लखनऊ के राजीव शर्मा और
राजस्थान के पहाड़ी को गिर जाने की भारी कई दिन पहले आ गई थी। बच्चों, इस वाक्य में क्या बताएंगे? बच्चों, इस वाक्य में क्या बताते हैं? हाँ, രാജസ്ഥാനിലെ രാജീവ് ശർമ്മയ്ക്കും ലക്നൌവിലെ ഭാരിക് എന്ന വ്യക്തിക്കും കുറച്ച് ദിവസം മുന്നേ തന്നെ വീട്ടിലേക്ക് പോകാനുള്ള അനുവാദം ലഭിച്ചിരുന്നു. എന്നിട്ട് അവർ എന്താണ് ചെയ്തത്? തബ് വേ ക്യാ കിയാ? തബ് വേ ക്യാ കിയാ? വീട്ടിൽ പോയോ? നമുക്ക് അടുത്ത വാക്യത്തിൽ കാണാം എന്താണ് അവർ ചെയ്തതെന്ന്. ലേക്കിൻ ഇനോനെ ജാനെ സെ മനാ കർ ദിയ. അവർ വീട്ടിൽ പോയിരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അവർ വീട്ടിൽ പോകാതിരുന്നത്? അഗലാ വാക്യത്തേക്ക്. औरों की तकलीफ देकर इन्होंने अपना मौका दूसरे जरूरतमंदों को दे दिया. औरों की तकलीफ देकर इन्होंने अपना मौका दूसरे जरूरतमंदों को दे दिया. ആരൊക്കെയാണ് മറ്റുള്ളവരുടെ ആവശ്യവും ബുദ്ധിമുട്ടും പ്രയാസവും കണ്ട് തങ്ങളുടെ അവസരം മറ്റുള്ളവർക്കായി നൽകിയത്? സഹി ഹേ, राजीव शर्मा और पारिक. समाचार के अंतिम वाक्य पढ़े. इस घोर प्रलय में सब कुछ बह गया लेकिन इंसानियत रह गई. ഈ മഹാപ്രളയത്തിൽ മനുഷ്യരുണ്ടാക്കിയ സർവവും നശിച്ചുപോയി, എന്നാൽ മനുഷ്യത്വം മാത്രം ബാക്കിയായി. അല്ലേ? ഇവിടെ ഉദാഹരണമായി ആരെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്? രാജീവ് ശർമ്മയുടെ പ്രവൃത്തിയും പാരിക് എന്ന വ്യക്തിയുടെ പ്രവൃത്തിയും. बच्चों, ये चित्र देखिए. चित्र में क्या क्या है? हाँ, पहाड़. पहाड़ പഹാഡ് എന്താണ്? ആ, ഒരു മണ്ണിടിച്ച കുന്ന് അല്ലേ? പിന്നെയോ പേड़. कैसा पेड़ है? ये सूखा पेड़. जानवर, ഒരു മൃഗം. एक घर, ഒരു വീട്. ഇത്രയുമാണ് ഈ ചിത്രത്തിലുള്ളത് അല്ലേ? ये चित्र क्या बता रहा है? हाँ, प्रकृति की बुरी हालत के बारे में बता रहा है. പ്രകൃതിയെ ചൂഷണം ചെയ്തതിന്റെ ചിത്രമാണ് ഇതിൽ കാണുന്നത്. പ്രകൃതിയെ ഇങ്ങനെ ആക്കിയതിൽ ആരാണ് ഉത്തരവാദി? കുഞ്ഞുങ്ങളെ, കുന്നിടിച്ച് മണ്ണ് മുഴുവൻ കൊണ്ടുപോയി അല്ലേ? മേൽമണ്ണ് നഷ്ടപ്പെട്ടവിടെ ഒരു പുൽനാമ്പ് പോലും ഇല്ല. ചുറ്റും ചുവന്ന മണ്ണ് മാത്രം. മരത്തിലാണെങ്കിലോ ഒരു ഇല പോലും ഇല്ല അല്ലേ? എങ്ങും മൃഗങ്ങളെല്ലാം പട്ടിണി കിടന്ന് ചത്തൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണുള്ളത്. സന്ദേശവാക്യങ്ങൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആശയയുക്ത होना है. यहाँ क्या आशय है? हाँ, പ്രകൃതി സംരക്ഷണം ഇല്ലേ? ആശയമുള്ള ഒരു കാര്യമായിരിക്കണം സന്ദേശവാക്യം. പോസ്റ്ററിലെ സന്ദേശവാക്യങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതാണ്. इसलिए സന്ദേശവാക്യ की ഭാഷ सशक्त होती है. സന്ദേശവാക്യത്തിലെ ഭാഷ ശക്തമായിരിക്കും. കൂടാതെ സന്ദേശവാക്യങ്ങൾ ആശയം ഗ്രഹിക്കാൻ പറ്റുന്നതും ആകർഷകവുമായിരിക്കണം. സന്ദേശവാക്യ സംക്ഷിപ്ത और आकर्षक भी होना है. പോസ്റ്ററിൽ ചേർക്കാനുള്ള ചില സന്ദേശവാക്യങ്ങൾ പരിചയപ്പെട്ടാലോ? കുട്ടികളുടെ നോട്ട്ബുക്കിൽ ഇവ പകർത്തി എഴുതാൻ രക്ഷിതാക്കൾ സഹായിക്കുമല്ലോ. ജീവൻദാതാ പ്രകൃതി മാതാ ഹർ ജീവോं की आश्रय दाता. जीवनदाता प्रकृति माता हर जीवों की आश्रय दाता. पर्यावरण रखे ध्यान तभी बनेगा देश महान. पर्यावरण रखे ध्यान तभी बनेगा देश महान. അടുത്തത് धरती को बचाओ जीवन को बचाओ. धरती को बचाओ जीवन को बचाओ. കൂട്ടുകാരെ, ഇതിൽ ഏതെങ്കിലും ഒരു സന്ദേശവാക്യം എടുത്ത്
ആകർഷകവും മനോഹരവുമായ ഒരു പോസ്റ്റർ തയ്യാറാക്കി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുമല്ലോ. രക്ഷിതാക്കളുടെ സഹായം ഉണ്ടായിരിക്കണേ. ठीक है बच्चों, आज की क्लास समाप्त होती है. फिर मिलेंगे. सबको